നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പതിവ് പോലുള്ള ബൈബിൾ ക്ലാസ്സിന് ഇത്രയും പേർക്ക് ഇന്ന് കൂടി വരുന്നതിന് ഇടയായതിൽ സന്തോഷമുണ്ട്. വന്നു ചേർന്ന എല്ലാവരെയും സ്വർഗത്തിലെ ദൈവം അവിടുത്തെ വചനത്താലുള്ള പോഷണം സമൃദ്ധമായി നൽകി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇവിടെ പ്രസ്താവിച്ച് കേട്ടതുപോലെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നുള്ള തുടർമാനമായ പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് വചനം കേൾക്കുന്നതിനുള്ള സാവകാശം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് പരമാവധി പ്രയോജനപ്പെടുന്നതിനും പെടുത്തേണ്ടതിനും നമുക്ക് താല്പര്യത്തോടെ അവിടുത്തെ സന്നിധിയിൽ അമർന്നിരിക്കാം. ഇന്ന് രാത്രിയിൽ പുസ്തക പഠനത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കുവാനുള്ളത് വെളിപ്പാട് പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആദ്യമായിട്ട് ആ ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. നമ്മൾ പഠിച്ച് അഥവാ ചിന്തിച്ച് കഴിഞ്ഞത് 7-ാം അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള ഭാഗങ്ങളാണ്. അങ്ങനെയാണ് ഇന്ന് 8-ാം അധ്യായം നമ്മൾ വായിച്ചു തുടങ്ങിയത്. 8-ാം അധ്യായത്തിൽ ആരംഭിക്കുന്ന ഭാഗം ശ്രദ്ധിക്കുക. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഈ വിഷയം മനസ്സിലാക്കുവാനുള്ള താല്പര്യത്തോടെ ശ്രദ്ധയോടെ ഓരോ വാക്കുകൾ പറയുമ്പോഴും അതിനെ അനുധാവനം ചെയ്ത് ശ്രദ്ധിച്ച് പിന്തുടരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മറ്റേതെങ്കിലും ഒരു വിഷയം പറയുമ്പോഴല്ല എന്നുള്ളതും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ മറ്റ് നിലകളിൽ ചിന്നിപ്പോകുവാൻ ഇടവരാതെ ഒരു ഏകാഗ്രത അനിവാര്യമാണ്. 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്നാണ്. അപ്പോൾ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പുറകിലൊരു ധ്വനിയുണ്ട്. ഇതിന് മുമ്പ് എത്ര മുദ്രകൾ പൊട്ടിച്ചു? 6 മുദ്രകൾ പൊട്ടിച്ചു എന്നുള്ളതാണ്. 6 മുദ്രകൾ പൊട്ടിച്ച കാര്യം എവിടെ പറയുന്നു? 6-ാം അധ്യായത്തിൽ പറയുന്നു. 6-ാം അധ്യായത്തിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ, അതായത് 6-ാം അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ 6 മുദ്രകൾ ക്രമത്തിൽ 1, 2 എന്ന നിലയിൽ പൊട്ടിക്കുകയും മുദ്രകൾ പൊട്ടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അതിഭയങ്കരമായ ഘോരമായ ഭയാനകമായ ന്യായവിധി ഭൂമിയിൽ നിവർത്തിക്കപ്പെടുകയാണ്. അങ്ങനെ 6 മുദ്രകൾ പൊട്ടിച്ചു. ആ പൊട്ടിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം നമ്മൾ വളരെ സാവകാശം തന്നെ ഏതാണ്ട് മനസ്സിലാകുന്ന വിധത്തിൽ നമ്മളിങ്ങനെ വാക്യപ്രകാരം വാക്കുകൾക്ക് അർത്ഥം കണ്ട് ചിന്തിച്ചു വരികയായിരുന്നു. അങ്ങനെ 6-ാം അധ്യായം നോക്കിക്കുക. 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി എന്ന് തുടങ്ങി 17 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് 6-ാം മുദ്ര പൊട്ടിച്ചതിൻ്റെ അനന്തര ഫലമായിട്ട് പ്രകൃതിയിലുണ്ടായ ഭയങ്കരമായ സംഭവങ്ങളാണ്. എന്നാൽ അത് കഴിഞ്ഞ് 7-ാം മുദ്ര പൊട്ടിക്കുന്ന കാര്യം പറയുന്നത് 8-ാം അധ്യായത്തിലാണ്. മനസ്സിലായോ പറഞ്ഞത്? 6-ാം മുദ്ര പൊട്ടിച്ച സംഭവത്തിന് ശേഷം 7-ാം മുദ്ര പൊട്ടിക്കുന്ന കാര്യം പറയുന്നത് 7-ാം അധ്യായത്തിലല്ല. 7-ാം അധ്യായം വിട്ടിട്ട് 8-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഇന്ന് നമ്മൾ വായിച്ച ഭാഗത്താണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് 7-ാം അധ്യായത്തിൽ അത് പറയുന്നില്ല? അതൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞതാണ്. മുദ്രകളുടെ ക്രമത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചിട്ട് 7-ാം മുദ്ര പൊട്ടിക്കേണ്ട കാര്യം പറയുന്നതിന് ഇടയ്ക്ക് ഒരു അധ്യായം ദൈവവചനത്തിൽ ചേർത്തിരിക്കുക. അതാണ് 7-ാം അധ്യായത്തിലെ 2 വലിയ സംഭവങ്ങൾ. ആദ്യത്തെ 7-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലിയരുടെ ഇടയിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് 12,000 പേര് വീതം 12 ഗോത്രങ്ങളിൽ നിന്നായി 144,000 പേരെ മുദ്രയിട്ട് ദൈവത്തിനായിട്ട് വേർതിരിക്കുന്ന സംഭവം പറയുകയാണ് 7-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അത് കഴിഞ്ഞ് 9-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇതിൻ്റെ ശേഷം ആ സംഭവം യോഹന്നാൻ കണ്ട ശേഷം മറ്റൊരു ദർശനം കാണുകയാണ്. അതാകട്ടെ
ഇസ്രായേലിയരല്ലാത്ത ജാതികളായ മുഴുവൻ ആളുകളുടെ ഇടയിൽ നിന്നും, ജാതിയിലും ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലുമൊക്കെ നിന്നുള്ളതായിട്ട് ഒരുത്തർക്കും എണ്ണിത്തീർക്കാനാവാത്ത വലിയൊരു പുരുഷാരം ദൈവത്തിനായിട്ട് ആ മഹാപീഡന കാലത്തും മനം തിരിഞ്ഞ് വേർതിരിക്കപ്പെടുന്നു എന്നുള്ളത് വളരെ സ്തോത്രത്തോടെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ കാര്യമാണ് 7-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നത്. അപ്പോൾ 7-ാം അധ്യായത്തിൽ പറയുന്നത് മഹാപീഡന കാലത്ത് യഹൂദന്മാരിൽ നിന്നും യഹൂദരല്ലാത്ത ജാതികളിൽ നിന്നും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കാര്യമാണ് എവിടെ പറയുന്നത്? 7-ാം അധ്യായത്തിൽ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിലധികം ഇനി അത് വിവരിപ്പാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് 6-ാം അധ്യായത്തിൽ നടന്നുകൊണ്ടിരുന്ന മുദ്രകൾ പൊട്ടിക്കുന്ന ആ സംഭവം വീണ്ടും തുടരുകയാണ്, പുനരാരംഭിക്കുകയാണ്. എവിടെ? 8-ാം അധ്യായത്തിൽ. അപ്പോൾ 8-ാം അധ്യായത്തിൽ മുദ്ര പൊട്ടിക്കുന്നു. നോക്കിക്കോ, 8-ന്റെ 1-ാമത്തെ വാക്യം ശ്രദ്ധിച്ചോ. അവൻ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ ഏകദേശം അരമണിക്കൂറോളം മൗനത ഉണ്ടായി. ഇവിടെ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് 6-ാം അധ്യായത്തിൽ ഓരോ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ വളരെ ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഓരോ ദുരന്തങ്ങളാണ് സംഭവിക്കുന്നത്. ക്ഷാമമുണ്ടാകുന്നു, മരണമുണ്ടാകുന്നു, ചോരച്ചൊരിച്ചിലുണ്ടാകുന്നു, ഭൂകമ്പമുണ്ടാകുന്നു, വൃക്ഷങ്ങൾക്കും അതുപോലെ പ്രകൃതിയിലുള്ള ഓരോന്നിനും കേടുപാടുകൾ സംഭവിക്കുന്നു. മനുഷ്യന് പിടിച്ചു നിൽക്കുവാൻ ഗത്യന്തരമില്ലാതെ മലകളിലും പാറകളിലും ഗുഹകളിലുമൊക്കെ ചെന്ന് ഒളിക്കാൻ നോക്കുന്നു. അയ്യോ, ദൈവത്തിൻ്റെ കോപം ഭൂമിയിൽ ചൊരിയപ്പെടുന്നു, ആർക്ക് നിൽക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് പ്രാണരക്ഷയ്ക്ക് വേണ്ടി പരിഭ്രാന്തരായിട്ട് തലങ്ങും വിലങ്ങും ഓടി നടക്കുന്ന ജനതയെയാണ് നമ്മൾ 6-ാം അധ്യായത്തിൽ അഥവാ മറ്റ് മുദ്രകൾ പൊട്ടിച്ചപ്പോൾ കാണുന്നത്. അതുപോലെ അല്ലയോ 7-ാം മുദ്ര പൊട്ടിക്കുമ്പോഴും അതുപോലെ അല്ലയോ കാര്യങ്ങൾ നടക്കേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചാൽ 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊന്നും നടക്കുന്നില്ല. തികച്ചും വ്യത്യസ്തമായിട്ട് 6 മുദ്രകൾ പൊട്ടിച്ചപ്പോൾ നടന്നതുപോലുള്ള ഒരു അനന്തരഫലവും ഇവിടെ നടക്കുന്നില്ല. തികച്ചും വ്യത്യസ്തമായ വേറൊരു ലെവലിലേക്ക്, വേറൊരു അവസ്ഥയിലേക്ക് കാര്യം മാറി മറിയുന്നു. ഇവിടെ എന്ത് സംഭവിക്കുന്നു? മുദ്ര പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ, ബാക്കിയെല്ലാം മുദ്ര പൊട്ടിച്ചപ്പോൾ എല്ലാം ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ മുദ്ര പൊട്ടിച്ചപ്പോൾ, അതിന് മുമ്പുള്ള മുദ്രകൾ പൊട്ടിക്കുമ്പോൾ 1-ാം ജീവി വിളിച്ചു പറഞ്ഞു, 2-ാം ജീവി വിളിച്ചു പറഞ്ഞു, അപ്പോഴാണ് മുദ്രകൾ പൊട്ടിക്കുന്നത്. ഇവിടെ മുദ്ര പൊട്ടിക്കാൻ അങ്ങനെയൊന്നും വിളിച്ചൊന്നും പറയുന്നില്ല. വേറെ ഭവിഷ്യത്തുകളൊന്നും സംഭവിക്കുന്നില്ല. ഇവിടെ സ്വർഗത്തിൽ അരമണിക്കൂറോളം എന്തുണ്ടായി? മൗനത ഉണ്ടായി. ഈ മൗനത ഉണ്ടാകുന്നത് എപ്പോഴാണ് മൗനത ഉണ്ടാകുന്നത്? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ പറഞ്ഞ മൗനതയുടെ ആവശ്യമുണ്ടോ? എന്താ കാര്യം പറ. പേടിച്ചിരിക്കുകയാണോ? എന്താ കാര്യം? ഇപ്പം നമ്മൾ എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ മൗനമായിരിക്കുക. പിന്നെ എന്തിനാ ഇനി ഒരു മൗനത? നമ്മൾ മൗനമായിരിക്കുക. അല്ലെങ്കിൽ നമ്മുടെ യോഗത്തിന് നമ്മൾ അങ്ങനെയാണ് ഇരിക്കുന്നത്, അല്ലയോ? പരമാവധി മൗനതയിൽ പഞ്ചപുച്ഛമുടക്കി ഇപ്പോൾ കണ്ട നമ്മളെപ്പോലെ പാവത്തങ്ങൾ ലോകത്തിൽ ആരും കാണത്തില്ല. ആ പരുവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഈ മൗനത ഉണ്ടായി എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് മൗനതയുടെ ആവശ്യം? സപ്തകോലാഹലങ്ങൾക്കിടയിലാണ് എന്തിൻ്റെ ആവശ്യമുള്ളത്? മൗനത. അപ്പോൾ സ്വർഗത്തിൽ അരമണിക്കൂർ മൗനത ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറുവശം ചിന്തിക്കുക. മൗനത അല്ല അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്, അവിടെ സംഭവിച്ചത്. നോക്കിക്കേ, അധികം വിവരിക്കാതെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ പറയേണ്ടതുള്ളത് കൊണ്ട് അധികം വിശദീകരണത്തിന് പറ്റത്തില്ല. എന്നാലും ചിലത് പറയാതിരിക്കാനും പറ്റുകയില്ല. ശ്രദ്ധിച്ചു നോക്ക്, 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവർ അത്യുച്ചത്തിൽ, കേട്ടോ, ഇത് സ്വർഗത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. കേട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വിഷയമാണ്. അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. ദൂതന്മാർ, സാറാബുകൾ, കെരൂബുകൾ, സ്വർഗത്തിലെ ജീവികളായ വാസികളായ സകലമാന ആളുകളും. പെതുക്കെ പറഞ്ഞെന്നല്ല പറയുന്നത്, പിന്നെ എങ്ങനെ പറഞ്ഞു? അത്യുച്ചത്തിൽ നമ്മൾ ഇത്രയും ആളുകൾ ഇതിനകത്തിരുന്ന് അത്യുച്ചത്തിലൊരു പാട്ട് പാടിയാൽ, നമ്മൾ പാടിയതൊന്നും അത്യുച്ചത്തിലൊന്നും അല്ല, പാടാറുമില്ല. പക്ഷെ അങ്ങനെ ഒന്ന് പാടിയാൽ
ഒന്ന് ഓർത്ത് നോക്കുക, ആ അന്തരീക്ഷം, ആ അവസ്ഥ ഒന്ന് ഓർത്ത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് അത്യുച്ചത്തിൽ പറഞ്ഞാൽ ഇനിയും നോക്കിക്കുക, ആ ആശയം മനസ്സിൽ വെച്ചോ. എന്നിട്ട് 7-ാം അധ്യായത്തിലേക്ക് വാ. 7-ാം അധ്യായത്തിൽ അവിടെ നമ്മളെങ്ങനെയാണ് വായിക്കുന്നത്? 10-ാമത്തെ വാക്യം, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. ആരാണ്? എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം. ഇവരെവിടെ ആർത്ത കാര്യമാണ് പറയുന്നത്? എവിടെ ആർത്ത കാര്യമാണ്? സ്വർഗത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇങ്ങനെ ആർത്ത് അവർ ഉല്ലസിച്ച് ആഹ്ലാദഭരിതരായി ദൈവത്തിന് മഹത്വം കൊടുത്ത് സ്വർഗം ഇങ്ങനെ ആർത്തുല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ 7-ാം മുദ്ര പറ, 7-ാം മുദ്ര പൊട്ടിച്ചു. അപ്പോഴെന്തുണ്ടായി? ഈ ആർത്തുല്ലസിച്ചു കൊണ്ടിരിക്കുന്ന ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷം എന്തായി? നിശബ്ദമായി എന്ന് പറയും പോലെ മുദ്ര പൊട്ടിച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ശാന്തരായി. എത്ര സമയമാണ്? അരമണി. അപ്പോൾ ഈ സ്വർഗത്തിൽ സമയക്കണക്കൊക്കെ ഉണ്ടോ? ഈ ക്ലോക്കൊക്കെ ഉണ്ടോ? അരമണിക്കൂർ, 1 മണിക്കൂർ, 12 മണിക്കൂർ എന്നൊക്കെ ഉള്ളത്. ഇതിനൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇത് നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനപ്പുറത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അരമണിക്കൂർ സമയം അവിടെ നിശബ്ദമായി തീർന്നു. ഈ നിശബ്ദതയിൽ നിൽക്കുമ്പോഴാണ് സമയത്തിൻ്റെ വില നമ്മൾ അറിയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയത്തില്ല. പ്രത്യേകമായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലേക്ക് നമ്മളെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് സെക്കൻഡുകൾ ഇങ്ങനെ നീങ്ങുന്നത് നമ്മൾ അറിയുന്നത്. മനസ്സിലായി? ഈ നമ്മൾ വളരെ വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴേ സിഗ്നലിൽ വന്നൊരു 60 സെക്കൻഡ് കിടക്കുമ്പോഴാണ് നമ്മൾ സമയത്തിൻ്റെ എന്തറിയുന്നത്, അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വിലയും അറിയും. സെക്കൻഡുകൾ ഇങ്ങനെ നീങ്ങി വരുമ്പോൾ അടുത്ത യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. അരമണിക്കൂർ സ്വർഗത്തിൽ നിശബ്ദത ഉണ്ടായി, മൗനത ഉണ്ടായി. നിശബ്ദത എന്നതിനുപരി മൗനത ഉണ്ടായി. നിശബ്ദതയ്ക്ക് അപ്പുറമായ ഒരു പ്രയോഗമാണ് മൗനത. നിശബ്ദത എന്ന് പറഞ്ഞാൽ ആർത്തുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഇരിക്കുന്നത് നിശബ്ദതയാണ്. മൗനത അതല്ല. അതിനകത്ത് വേറൊരു കാര്യം കൂടി കിടപ്പുണ്ടല്ലോ. നിശബ്ദമായിരിക്കുമ്പോൾ തന്നെ അവർ എങ്ങനെയിരുന്നു? മൗനമായിരുന്നെന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ ദുഃഖസാന്ദ്രത പോലുള്ള ഒരു അന്തരീക്ഷത്തിൽ അവർ ഇരുന്നു. ഏതുമാകട്ടെ, അവർ മൗനമായിരുന്നു അരമണിക്കൂർ സമയം. ഇനി എന്തിനാണ് ഈ മൗനത? എന്തുകൊണ്ട് സ്വർഗത്തിൽ ഈ മൗനത ഉണ്ടായി? പല വ്യാഖ്യാനങ്ങൾ പലരും പറയുന്നുണ്ട്. അതൊന്നും എല്ലാം എടുത്ത് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ മൗനതയുടെ ഭാഗമായിട്ട് പറയാറുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതിൽ ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ മൗനതയുടെ ഒരു കാര്യമെന്ന് പറയുന്നത്, മൗനത കഴിഞ്ഞിട്ട് അടുത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ പറയുന്നത് ഒരു പ്രാർത്ഥനയുടെ കാര്യമാണ്. മനസ്സിലാക്കണം ഇതൊക്കെ പറയുമ്പോൾ. ഈ മൗനത കഴിഞ്ഞിട്ട് അടുത്ത രംഗം എങ്ങോട്ട് കിടക്കുന്നു? ഒരു പ്രാർത്ഥനയുടെ കാര്യം പറയുന്നു. അപ്പോൾ ആ പ്രാർത്ഥന അടുത്ത് സംഭവിക്കാൻ പോകുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് സ്വർഗം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു? ആ അന്തരീക്ഷത്തെ അങ്ങ് മൗനമാക്കി കൊടുത്തു. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ ഏതൊരു അന്തരീക്ഷത്തിലും ബഹളങ്ങൾക്കിടയിലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി എല്ലാവരും എന്ത് ചെയ്യാറുണ്ട്? ഒന്ന് മൗനമായിരിക്കാറുണ്ട്. വിശ്വാസമുള്ളവരായാൽ അല്ലാത്തവരായാൽ പോലും ഒന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ ഒരു നിശബ്ദത പാലിക്കുന്നത് പൊതുവെ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു കാര്യമാണ്. ഇവിടെ നോക്കിക്കോ, മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂർ മൗനത ഉണ്ടായി. അടുത്ത് നടക്കുന്നത് എന്നതാ? പ്രാർത്ഥന. അപ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ഒരു കളമൊരുക്കൽ, പ്രാർത്ഥനയെ ദൈവം അത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗം ചെവി ചായിക്കുന്നു എന്നുള്ള അർത്ഥമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ദൈവം അവിടെ അവസരമൊരുക്കുന്നു എന്നൊക്കെ അതിനെ ചിന്തിക്കാം. ആട്ടെ, 2ാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇനി ഈ അടുത്ത അധ്യായം നടന്നതും നടക്കാൻ പോകുന്ന അധ്യായങ്ങളിലെല്ലാം, പറഞ്ഞതും പറയാൻ പോകുന്ന അധ്യായങ്ങളിലൊക്കെ നടക്കുന്നത് എന്താ? അതിഭയങ്കരമായ ന്യായവിധിയാണ്. അപ്പോൾ ന്യായവിധി നടത്തുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന് ആഹ്ലാദപരമായ കാര്യമല്ല, ദൈവം സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമല്ല. നടത്തുമ്പോൾ തന്നെ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ദുഃഖമുണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല.
ദൈവം അതിൽ താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, ദൈവം ന്യായം വിധിക്കുമ്പോൾ ആ ന്യായവിധി നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ നീതി വ്യവസ്ഥയിൽപ്പെട്ട ഒരു കാര്യമാണ്. നീതി വ്യവസ്ഥയിൽപ്പെട്ട കാര്യമായ ന്യായവിധി നടത്തുമ്പോൾ തന്നെ ആഹ്ലാദത്തോടുകൂടെ ആർത്തട്ടഹസിച്ച് അർമാന്തിച്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല. പിന്നെയോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മനസ്സില്ലാ മനസ്സോടെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് ഉപോത്ബലമായിട്ട് ഒരുപാട് വാക്യങ്ങൾ വചനത്തിൽ നിന്നും പറയാനുണ്ട്. 1-2 വാക്യങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് വരാം. ഹബക്കൂക്കിൻ്റെ പ്രവചനം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ച്. ഹബക്കൂക്ക് 2:10 എടുക്കുന്നവർ പെട്ടെന്നൊന്ന് വായിച്ചോണേ. ഹബക്കൂക്ക് 2:10. ഹബക്കൂക്ക് 2:10 തന്നെയോ? പോട്ടെ, ഉദ്ദേശിച്ച വാക്യമല്ല അത്. വിലാപങ്ങളുടെ പുസ്തകം എടുത്ത് വിലാപങ്ങൾ 3:33. വിലാപങ്ങൾ 3:33. നമുക്ക് ആ വാക്യത്തിൽ തന്നെ ധാരാളം ആശയം അവിടെ കിടപ്പുണ്ട്. വായിച്ചു. വിലാപങ്ങൾ 3:33. പെട്ടെന്നെടുത്ത് വായിച്ചാട്ടെ. എല്ലാവരും ഒന്ന് കേൾക്കണേ ആ വാക്യം. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത് ദൈവത്തിനൊരു ഹോബി എന്നല്ല പറയുന്നത്. ദൈവം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു കാര്യമല്ല പറയുന്നത്. പിന്നെ എങ്ങനെ ചെയ്യുന്നതാ? മനസ്സോടെ അല്ല, താല്പര്യത്തോടെ അല്ല. ഇവിടെ പറയുമ്പോൾ ഒരു മൗനതയോടെ, ദുഃഖത്തോടെ എന്ന് പറയാം. അപ്പോൾ ഈ മൗനതയുടെ മൗനതയുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതാണ്: നടത്തുന്ന ന്യായവിധികളോട് ബന്ധപ്പെട്ട് സ്വർഗത്തിൽ ഒരു മൗനത ഉണ്ടായി. ആ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ അതിനെ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അടുത്ത് നോക്കാം. മൗനത ഉണ്ടായി. 2-ാം വാക്യം, വിഷയത്തിലേക്ക് വരാം. 8-ാം അധ്യായം 8-ന്റെ 2-ാമത്തെ വാക്യം. അപ്പോൾ ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഈ മുദ്ര പൊട്ടിച്ചു, അരമണിക്കൂർ മൗനത വന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ദൈവസന്നിധിയിൽ 7 ദൂതന്മാർ നിൽക്കുന്നത് കണ്ടു. അവർക്ക് 7 കാഹളം ലഭിച്ചു. ഇനി 6-ാം വാക്യം. ഇപ്പം നമ്മൾ വായിച്ചത് 2-ാം വാക്യമാണ്. ഇനി 6-ാം വാക്യം. 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ ഒരുങ്ങി നിന്നു. നമ്മൾ ഈ വെളിപ്പാട് പുസ്തക പഠനത്തിനിടയിൽ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് ദൂതന്മാർ, ദൂതന്മാർ, ദൂതന്മാർ. വ്യത്യസ്തങ്ങളായ സ്വഭാവമുള്ള ദൂതന്മാർ, വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്ന ദൂതന്മാർ, ദൂതന്മാരിൽ തന്നെ അവാന്തര വിഭാഗത്തിൽപ്പെട്ട വേറെ ദൂതന്മാർ, അവരെയൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ ദൂതന്മാർ ഓരോരുത്തർക്കും ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഉത്തരവാദിത്വങ്ങൾ നിവർത്തിക്കുന്ന വിഷയത്തിൽ അവർ നിരതരായിരുന്നു, സമർപ്പിതരായിരുന്നു. അതിനുവേണ്ടി അവരെ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്ത ഒരു ബോധം അവർക്കുണ്ടായിരുന്നു. നല്ല പാഠമാണ് നമുക്ക് അതിനകത്തൊരു പ്രായോഗിക പാഠം കിട്ടുന്നത്. ദൈവം നമുക്കും നമ്മൾ ചെയ്യേണ്ടതായ നിലയിൽ കുറേ ചുമതലകളും ഉത്തരവാദിത്വങ്ങളും കൃപാവരങ്ങളുമായി നമുക്ക് തന്നിട്ടുണ്ട്. ആ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ തന്നിരിക്കുന്ന ആ ഉദ്ദേശ്യത്തോടുകൂടെ അവകളെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കടപ്പാട് എന്നൊരു പ്രായോഗിക പാഠം കൂടെ ഈ ദൂതന്മാർ നമ്മളെ ഏൽപ്പിക്കുകയാണ്. മടിച്ചു നിൽക്കുന്നവരല്ല. അവർക്കൊരു കാര്യമേ ഉള്ളൂ. ദൂതന്മാർ ഇങ്ങനെ അവിടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ഒരുങ്ങി നിന്നു. ചെയ്യേണ്ടത് എന്താട്ടെ അത് പറയാനായിട്ടുള്ള ആജ്ഞ പുറപ്പെടാനായിട്ട് അവർ കാത്തിരിക്കുക. എവർ റെഡി എന്ന് പറയും പോലെ ആജ്ഞ പുറപ്പെടുവിച്ചാൽ മതി, അന്നേരം അവരതങ്ങ് ചെയ്യും. ഒരുങ്ങി നിന്ന്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. അമാന്തിച്ചിരിക്കരുത്. ഇവിടെ വന്നിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ ദൈവം തമ്പുരാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൂതന്മാരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം എന്നത് അവരുടെ കയ്യിൽ എന്നായിരിക്കുന്നത്? കാഹളം എന്തിനുള്ളതാ? ഊതുവാനുള്ളതാ. ഊതുന്ന കാഹളം ഊതുന്നത്. അപ്പോൾ അതാണ് അവരുടെ ദൗത്യം. അതിനുവേണ്ടി അവരെ ഏൽപ്പിച്ചു. ഇനി അവർ ഈ കാഹളവും പിടിച്ച് നിൽക്കുക. അത് ഊതാനായിട്ടുള്ള ഓർഡർ കിട്ടിയാൽ മതി, അനുവാദം കിട്ടിയാൽ മതി, അപ്പോൾ അതങ്ങ് ചെയ്തോളും. അപ്പോൾ മഹാപീഡന കാലത്ത് ന്യായവിധി നടത്തപ്പെടുന്നതിൻ്റെ 1-ാം ഘട്ടം മുദ്രകൾ പൊട്ടിക്കുക.
7 മുദ്രകൾ പൊട്ടിച്ചു, അതിൻ്റെ ഭാഗമായിട്ട് ന്യായവിധി നടന്നു കഴിഞ്ഞു. ഇനി ന്യായവിധിയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു, വേറൊരു സ്വഭാവത്തിലേക്ക് നീങ്ങുന്നു. അതാണെങ്കിൽ മുദ്ര പൊട്ടിക്കുകയല്ല, പിന്നെന്താ, കാഹളം ഊതുക. ഓരോ കാഹളം ഊതുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് മറ്റ് രീതിയിലുള്ള ന്യായവിധി നടത്തപ്പെടുകയാണ്. അപ്പോൾ മഹാപീഡനകാലത്തെ പ്രധാനപ്പെട്ട ന്യായവിധി നടത്തുന്ന 3 ഘട്ടങ്ങളാണ്. 1 മുദ്രകൾ പൊട്ടിക്കുന്നതിലൂടെ, 2 കാഹളങ്ങൾ ഊതുന്നതിലൂടെ, 3 കോപകലശം ഒഴിക്കുന്നതിലൂടെ. ഇതിലിപ്പോൾ നമ്മൾ 2ാം ഘട്ടത്തിലേക്ക്, കാഹളം ഊതുന്ന ആ കാര്യത്തിലേക്ക് വരികയാണ്. 7ാം മുദ്ര പൊട്ടിച്ച് കഴിഞ്ഞു, അതിൻ്റെ ഭാഗമായിട്ട് മൗനത, അതൊക്കെ എന്താണെന്ന് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കേൾക്കുന്നതാണ് ഈ കാഹളം ഊതുന്നത് എന്ന് പറയുന്നത്. അത് നമുക്ക് സാവകാശം ആ കാര്യം ചിന്തിക്കാം. അവർക്ക് കാഹളം ലഭിച്ചു, കാഹളവും പിടിച്ചുകൊണ്ട് അവർ കാത്തു നിൽക്കുക. അതിനിടയിൽ ഇവർ കാഹളം ഊതിയിട്ടില്ല, ഊതാനായിട്ട് ഇവർ സജ്ജരായിട്ട് കാഹളം പിടിച്ച്, അത് നല്ല രസമല്ലേ, 7 ദൂതന്മാർ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു, അവരുടെ കയ്യിൽ കാഹളം ഇരിപ്പുണ്ട്, കാഹളവും പിടിച്ച് ഇവരിങ്ങനെ നിൽക്കുക. ഈ പട്ടാള ഒരു ചിട്ടയിൽ, ആ ഒരു ശൈലിയിൽ ആ കാര്യം മനസ്സിലൊന്ന് ചിന്തിക്ക്, മനസ്സിലൊന്ന് കാണ്. 7 ദൂതന്മാർ നിരന്ന് നിൽക്കുന്നു, അവരുടെ കയ്യിൽ കാഹളം ഇരിക്കുന്നു, അവർ ഊതാനായിട്ട് ഇങ്ങനെ അവർ നിൽക്കുന്നു. അവർക്കിനി ഊതാനായിട്ട് ഓർഡർ കിട്ടിയിട്ടില്ല. അവരങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതിനിടയ്ക്കൊരു കാഴ്ച നമ്മൾ കാണുന്നു. മറ്റൊരു ദൂതൻ എവിടെ പറയുന്നു, 3-ാം വാക്യം. ഈ മറ്റൊരു ദൂതൻ എന്ന് പറഞ്ഞാൽ കാഹളം പിടിച്ച് നിൽക്കുന്ന 7 ദൂതന്മാരിൽ പെടാത്ത മറ്റൊരു ദൂതൻ. അതാണല്ലോ, അതിനാ ക്ലിയറാ, അത് മറ്റൊരു ദൂതൻ. ആ മറ്റൊരു ദൂതൻ എന്ത് ചെയ്യുന്നു, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നല്ലോ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്നു യാഗപീഠത്തിനരികെ നിന്നു. എന്തൊക്കെയാണ് ചെയ്യുന്നത്? ആ ദൂതൻ്റെ കയ്യിൽ എന്തുണ്ട്? മറ്റേ ദൂതന്മാരുടെ കയ്യിൽ എന്നാ ഉണ്ട്? കാഹളം. ഈ ദൂതൻ്റെ കയ്യിൽ എന്നതായിരിക്കുന്നത്? ധൂപകലശം കണ്ടിട്ടുണ്ടോ? ധൂപകലശം കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ സാധ്യതയില്ല. നമ്മുടെ ഇടയിലെങ്കിലും അങ്ങനെ ഒരു കാര്യമില്ല. ധൂപകലശം കത്തോലിക്കർക്ക് മിക്കവാറും അങ്ങനെ ഒരു സംഭവം കയ്യിൽ, അവരുടെ പുരോഹിതന്മാരുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഈ തൂക്കുന്ന തുലാസ് പോലെ 4 വള്ളിയും അതിൻ്റെ നടുക്കൊരു കാര്യവും, അതിനകത്ത് തീ കനലായിരിക്കും. അവർ ഈ സുഗന്ധദ്രവ്യം അതിനകത്തിടുമ്പോൾ ഇങ്ങനെ പുകയൊക്കെ പൊങ്ങുന്ന ഒരു സംഭവം, ഏതാണ്ട് അതുപോലൊരു സംഭവം മനസ്സിൽ ചിന്തിച്ചു. അത് ധൂപകലശം. അത് ആര് പിടിച്ച് നിൽക്കുന്നു? ദൂതൻ. അത് എന്നിട്ട് ആ ധൂപകലശമായിട്ട് അദ്ദേഹം എവിടെ നിൽക്കുന്നു? അപ്പോൾ ഈ 3, 4, 5 വാക്യത്തിനിടയിൽ 2 പ്രാവശ്യം യാഗപീഠത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആ യാഗപീഠത്തിനരികെ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ യാഗപീഠത്തിൽ നിന്ന് കനലെടുക്കുന്ന കാര്യം 5-ാം വാക്യത്തിൽ പറയുന്നു. പിന്നെ ധൂപകലശവും അതുപോലെ തന്നെ 1-2 വട്ടം പറയുന്നുണ്ട്. ധൂപകലശത്തിൻ്റെ കാര്യം പറയുന്നു. പിന്നെ അതിനിടയ്ക്ക് വേറൊരു കാര്യം പറയുന്നു, സ്വർണ്ണ പീഠത്തിന്മേലെന്നൊരു പ്രയോഗമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചാൽ ഏതെല്ലാം കൂടെ? യാഗപീഠം, സ്വർണ്ണപീഠം, ധൂപപീഠം, ധൂപകലശം, ഇതെല്ലാം കൂടെ ചേർത്ത് വായിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങോട്ട് പോയി? നമ്മുടെ മനസ്സ് എങ്ങോട്ട് പോയി? നേരെ പഴയ നിയമത്തിലെ ദൈവാലയത്തിലോ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിലോട്ടോ പോയി. കാരണം അവിടെയാണ് ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉള്ളതും ഒക്കെ. അപ്പോൾ ഈ ധൂപകലശമൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആളിന് പഴയ നിയമത്തിൽ നമ്മളൊരു പേര് പറയാറുണ്ട്. എന്തുവാ? പുരോഹിതൻ. അവരേ അത് ചെയ്യാവൂ, അവർക്ക് മാത്രം ചെയ്യാനുള്ള കാര്യമാണ് അത്. പിന്നെ എന്താ ഈ ദൂതൻ പിടിച്ച് നിൽക്കുന്നത്? ദൂതന്മാർ പുരോഹിതന്മാരല്ല. വേദപുസ്തകത്തിലെങ്ങും പൗരോഹിത്യ ശുശ്രൂഷ ദൂതന്മാർ ചെയ്തതായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് മിക്കവാറും വേദപഠിതാക്കൾ പറയുന്നത് ഈ പറയുന്ന മറ്റൊരു ദൂതൻ എന്ന് പറഞ്ഞ് ധൂപകലശവുമായി യാഗപീഠത്തിന്മേൽ നിൽക്കുന്ന ദൂതൻ നമ്മുടെ കർത്താവാണ് എന്നൊരു വിശേഷണമുണ്ട്. അങ്ങനെ നമുക്ക് തിട്ടമായിട്ട് പറയാൻ പറ്റുമോ, അല്ല ദൂതനാണ് എന്ന് തിട്ടമായിട്ട് അങ്ങനെ ആ ആശയത്തിൽ പറയാൻ പറ്റുമോ എന്ന് ഒരു സംശയം അതിനകത്തുണ്ട്. ഏതായാലും ഇത് പിടിച്ചു നിൽക്കുന്നത് ദൂതൻ എന്ന് പറയുന്നതിനേക്കാൾ യുക്തം തന്നെയാണ് ആരെന്ന് പറയുന്നതിന്? കർത്താവ്. കാരണം കർത്താവ് ആരാണെന്നറിയാമോ? അവൻ ശ്രേഷ്ഠ പുരോഹിതനാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുന്നതിൽ തിരക്കേടില്ല.
ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വലിയ സംഭവങ്ങൾ നടക്കുന്നതിനിടയിൽ എന്നതാ ഈ ധൂപപീഠവും ഈ യാഗപീഠവും ധൂപകലശവും ഒക്കെ ആയിട്ട് ഒരു പുരോഹിത വേഷത്തിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടുന്നത് സമാഗമന കൂടാരത്തിൽ പോയാൽ ഈ പറഞ്ഞ ഉപകരണങ്ങളെല്ലാം ഓരോ സ്ഥലങ്ങളിൽ വെച്ചിരിക്കുകയും അതിൻ്റെ ഉപയോഗങ്ങൾ വ്യത്യസ്തമായാണ് എന്നും മനസ്സിലാക്കാം. ഒന്ന് രണ്ട് വാക്കുകൾ പെട്ടെന്ന് ചിന്തിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. ഒന്ന്, യാഗപീഠം. ഈ യാഗപീഠം എവിടെയായിരുന്നത്? ഈ സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ അറിയാമല്ലോ. നമുക്കിനി എടുത്ത് വായിക്കണോ? പുറപ്പാട് പുസ്തകം 40-6 വാക്യത്തിൽ കാണുന്നുണ്ട് യാഗപീഠം വെച്ചിരിക്കുന്നത് സമാഗമന കൂടാരത്തിൻ്റെ, ആർക്കെങ്കിലും പറയാമോ എവിടെയാ യാഗപീഠം ഇരിക്കുന്നത്? പറഞ്ഞോ. യാഗപീഠം സമാഗമന കൂടാരത്തിൻ്റെ ഏത് സ്ഥലത്താണ് ഇരിക്കുന്നത്? പ്രാകാരത്തിലാണ് യാഗപീഠവും പിന്നെ എന്തും കൂടെ ഉള്ളത്? പിച്ചളത്തൊട്ടി. അപ്പോൾ യാഗപീഠം പ്രാകാരത്തിലാണ്. അത്രയും മനസ്സിലങ്ങ് ഓർത്താൽ മതി. വാക്യം ഞാൻ പറഞ്ഞു, പുറപ്പാട് 40:6 രണ്ടാമത് പറയുന്നത് ഈ ധൂപപീഠം. ഈ ധൂപപീഠം അത് നോക്കിക്കോ. പുറപ്പാട് പുസ്തകം 30 1 മുതൽ 8 വരെ വായിച്ചാൽ ധൂപപീഠം ഉണ്ടാക്കേണ്ട രീതിയും അത് വെക്കേണ്ട സ്ഥലവും അതിൻ്റെ ഉപയോഗവും ഒക്കെ പറയുന്നുണ്ട്. എവിടെ? പുറപ്പാട് 30-1 മുതൽ 8 വരെ. നമുക്ക് അത്രയും വായിച്ച് കേൾപ്പിക്കാനുള്ള സമയം പോരാ. അതിൻ്റെ 7 വാക്യം മുതൽ വായിച്ചോ. പുറപ്പാട് 30-7 മുതൽ. അത് ധൂപപീഠത്തിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ഓർത്തോണം. ധൂപപീഠത്തിൻ്റെ കാര്യം. യാഗപീഠമല്ല, പിന്നെ എന്നാ പീഠമാ? ധൂപപീഠം. ആ ധൂപപീഠം എന്നതാണ്? അഹരോൻ അതിന്മേൽ എന്ത് കാണിക്കണം? സുഗന്ധധൂപം കാണിക്കണം. എപ്പോഴൊക്കെ കാണിക്കണം? ദിനം പ്രതി കാണിക്കണം. ദിനം പ്രതി എത്ര പ്രാവശ്യം കാണിക്കണം? അവിടെ തന്നെ അതെല്ലാം അതിന് തന്നെ ഉത്തരവുണ്ട്. കാലത്തും പിന്നെ തൊട്ട് താഴെ പറയുന്നുണ്ട് വൈകുന്നേരവും എന്നാണ്. അപ്പോൾ കാലത്ത് ധൂപം കാണിക്കണം, വൈകുന്നേരം ധൂപം കാണിക്കണം. ആര് കാണിക്കണം? പുരോഹിതൻ കാണിക്കണം. ഈ ധൂപപീഠം ഇരിക്കുന്ന സ്ഥലം എവിടെയാണെന്നറിയാമോ? വിശുദ്ധ സ്ഥലത്താണ്. എവിടെയാണ്? വിശുദ്ധ സ്ഥലത്ത് ആണ് വെച്ചിരിക്കുന്നത്. ഇനി മറ്റേ സാധനം ഉണ്ടല്ലോ. ഏത്? യാഗപീഠം പോയി, ധൂപപീഠം പോയി, ഇനി ഒന്നുണ്ടല്ലോ മറ്റേ ദൂതൻ കയ്യിൽ വെച്ചിരുന്നത്, അതിൻ്റെ പേരെന്നതാ? ധൂപ കലശം. ഇതെവിടെയായിരിക്കുന്നത് എന്നറിയാമോ? ഇത് അതിവിശുദ്ധ സ്ഥലത്ത് വച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. അവിടെയാണ് മഹാപുരോഹിതൻ ആണ്ടിലൊരു പ്രാവശ്യം ചെല്ലുമ്പോൾ ഇതെടുത്ത് ധൂപം കാണിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതും എബ്രായ ലേഖനം 9 പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനിടയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വേദപുസ്തകത്തിൽ യാഗപീഠത്തെയും ധൂപപീഠത്തെയും ഒന്നായിട്ടും ചില വേദഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഒന്നുകൂടി പറയാം. യാഗപീഠത്തെയും ധൂപപീഠത്തെയും രണ്ടായിട്ടല്ല, ഒന്നായിട്ട് പറഞ്ഞിട്ടുള്ള വേദഭാഗവും ഉണ്ട്. എവിടെയാണെന്നല്ലേ? നോക്കിക്കോ. സങ്കീർത്തനങ്ങൾ 84:3 ഒന്ന് വായിച്ച് നോക്കിക്കേ. 84 വാക്യം. സങ്കീർത്തനങ്ങൾ 84:3. ഇത് കൂടാരത്തിൻ്റെ കാര്യം പറയുക. വിശുദ്ധ സ്ഥലത്തെ മൊത്തം സമാഗമന കൂടാരം എന്ന ആ കൂടാരത്തിൻ്റെ മുഴുവൻ ഭാഗവും ഉൾക്കൊള്ളുന്ന ഒരു ആശയമാണ് അവിടെ ഉള്ളത്. അവിടെ നിൻ്റെ യാഗപീഠങ്ങളെ എന്ന് പറയുക. യാഗപീഠങ്ങളെ എന്ന് പറയുമ്പോൾ ബഹുവചനമാണ്. ഒരു യാഗപീഠമേ ഉള്ളൂ. പിന്നെ അത് പറഞ്ഞിരിക്കുന്നതിൻ്റെ ആ സാരമെന്ന് പറയുന്നത് ധൂപപീഠത്തെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഹുവചന പ്രയോഗമാണ് ആ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ ഞാൻ ഈ പറയുന്നത്? ഇനി പറഞ്ഞതെല്ലാം പിന്നെയും തിരിച്ചു പോയി പറഞ്ഞു വരാൻ പറ്റത്തില്ല. അപ്പോൾ ധൂപപീഠത്തെയും യാഗപീഠത്തെയും കൂടെ ചേർത്തും പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം. ഇനി അതിനു പുറമെ ഈ ധൂപപീഠത്തിൽ ധൂപം കാണിക്കുന്നതിനെ എന്ത് കാര്യത്തോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു? യാഗപീഠത്തിൽ യാഗം അർപ്പിക്കുന്നത് എന്തിനുള്ളതാ? എന്താ അതിൻ്റെ പ്രായോഗിക പ്രയോജനമെന്ന് പറയുന്നത്? അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്തുവാ? നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അർപ്പിക്കുന്ന യാഗമാണ് യാഗപീഠത്തിൽ നടക്കുന്നത്. അപ്പോൾ പാപമോചനം അല്ലെങ്കിൽ നമ്മുടെ രക്ഷ വീണ്ടെടുപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ ധൂപപീഠത്തിൽ എന്നതാ സംഭവിക്കുന്നത്? ധൂപപീഠത്തിൽ യാഗാർപ്പണമല്ല നടക്കുന്നത്. അവിടെ ശരിക്കും പറഞ്ഞാൽ ധൂപം കാട്ടുക, ധൂപം ഇങ്ങനെ കാണിക്കുക ധൂപപീഠത്തിൽ.
അതിൻ്റെ നിർമ്മാണവും അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിയായ ഒരു രൂപം നമുക്ക് കിട്ടുന്നത്. എന്നാൽ അത്യാവശ്യം ഇത്രയും ഓർത്തു, ഇവിടെ യാഗ വഴിപാടല്ല നടക്കുന്നത്, ഇവിടെ ധൂപം കാണിക്കുക. ആ ധൂപത്തിൻ്റെ പുക മുകളിലേക്ക് പൊങ്ങുന്നത് ദൈവം എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. അതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ആരാധനയോട് സുഗ്രാഹീയ യാഗമായ ആരാധന അർപ്പിക്കുന്നതിൻ്റെ ഒരു ആശയമാണ് ധൂപപീഠത്തിൽ കിട്ടുന്നത്. രണ്ടാമത്തെ, നമ്മൾ പഠിച്ചു വരുന്ന വെളിപ്പാട് പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ വിശുദ്ധന്മാരുടെ എന്നതാണ് പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥനയാണ്. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ മടങ്ങി വരാം. വെളിപ്പാട് പുസ്തകം നമ്മളിപ്പോൾ വായിച്ച 8-ാം അധ്യായത്തിലേക്ക് വാ. ആ ധൂപപീഠത്തെ സംബന്ധിച്ചു കൊണ്ടുള്ള കാര്യം പറയുമ്പോൾ അവിടെ പറയുന്നത് നോക്കിക്കോ. 8-ാം അധ്യായം, ആ ധൂപകലശം എന്തിനാണ് അവരെ അവിടെ കാണിക്കുന്നതെന്നും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തതെന്നും പറയുന്നുണ്ടല്ലോ. സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് ഇത് വെളിപ്പെടുത്തുന്നത്. ഇനി ഇതേ പുസ്തകം വെളിപ്പാട് പുസ്തകം 5:8 വായിച്ചേ. 5:8 വെളിപ്പാട് പുസ്തകം 5:8 വാക്യം വായിച്ചോ. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന, അപ്പം ഇവിടെ കുറച്ചുകൂടെ ക്ലിയർ അല്ലേ? വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർക്കം നിറഞ്ഞ പൊൻകലശം. അപ്പോൾ ഈ ധൂപകലശം എന്ന് പറയുന്നതും ആ ധൂപകലശത്തിന്മേൽ ഇടുന്ന സുഗന്ധ പൊടിയെയാണ് എന്ത് വർക്കമെന്ന് പറയുന്നത്? ധൂപവർക്കം. അത് 4 തരത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങൾ വിധിപ്രകാരമുള്ള കൂട്ട് ചേർത്ത് ഇടിച്ച് പൊടിയാക്കി എടുക്കുന്ന ഒരു സുഗന്ധദ്രവ്യ കൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത്? വർഗം. ആ സുഗന്ധവർഗം ധൂപകലശത്തിൽ ഇടുമ്പോഴാണ് എന്തായി പൊങ്ങുന്നത്? പുക. അങ്ങനെ പൊങ്ങുമ്പോൾ ആ പൊങ്ങുന്ന പുക ദൈവസന്നിധിയിൽ എത്തുന്നു, ദൈവം അത് സ്വീകരിക്കുന്നു. അത് ഇടുന്ന പുരോഹിതൻ്റെ മനസ്സിൽ എന്തെല്ലാം പ്രാർത്ഥന വാക്കുകൾ അടങ്ങിയിരിക്കുന്നുവോ ആ പ്രാർത്ഥനയെ, ആ ഉള്ളിലുള്ള വികാരത്തെ പ്രാർത്ഥന വാക്കുകളായി ദൈവം സ്വീകരിക്കുന്നു. ആ സംഭവത്തെയാണ് ഇവിടെയും ചേർത്ത് പറയുന്നത് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം എന്ന്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്നത് നമ്മളല്ല, ദൈവസഭയല്ല, ദൈവസഭയാകുന്ന വിശുദ്ധന്മാരുടെ കാര്യമല്ല അവിടെ പറയുന്നത്. പിന്നെയോ മഹാപീഡന കാലത്തു തന്നെ രക്ഷിക്കപ്പെട്ട് വേർതിരിക്കപ്പെടുന്ന, അന്തിക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് യേശുക്രിസ്തുവിനെ ഏറ്റെടുക്കുന്ന ആളുകളാകുന്ന വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത്. അവർക്കെന്നത് അപ്പോൾ പ്രാർത്ഥിക്കാനുള്ളത്? അവർക്ക് അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് അവരോട് അന്യായമായി ക്രൂരമായി ഇടപെട്ട് ദ്രോഹിക്കുന്ന, പീഡിപ്പിക്കുന്ന അന്തിക്രിസ്തുവിനോടും അവൻ്റെ ആളുകളോടും അല്ലയോ ദൈവമേ നീ എന്ത് ചെയ്യണമേ, പ്രതികാരം ചെയ്യണമേ എന്നതാണ് അവരുടെ പ്രാർത്ഥന. അത് ഈ രാവിലെയും വൈകുന്നേരത്തും ധൂപപീഠത്തിന്മേൽ ധൂപം കാണിക്കുന്ന ആ വിഷയത്തോട് ചേർത്ത് പറയുക. പ്രാർത്ഥനയെ ധൂപം കാണിക്കുന്ന ആ വിഷയത്തെ പ്രാർത്ഥനയോട് ചേർത്ത് പറഞ്ഞിട്ടുള്ള വേറൊരു വാക്യമുണ്ട്. മനോഹരമായ ആ വാക്യമാണ് 141-ാം സങ്കീർത്തനം 2-ാം വാക്യം. നോക്ക്, 141-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം. കണ്ടോ, എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ എങ്ങനെയാ? ധൂപമായും പിന്നെ തീരണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കുറഞ്ഞ പക്ഷം നമുക്ക് ഈ പ്രാർത്ഥനയോട് സംബന്ധപ്പെട്ട് ഇവിടെ 1-2 പ്രായോഗിക പാഠം കിട്ടുന്നു. ഒന്ന്, വിശ്വാസികളുടെ ജീവിതത്തിൽ ദിനംതോറും ധൂപം കാണിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ഉണ്ടോ? പറഞ്ഞാൽ മനസ്സിലായോ? നമുക്ക് പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ആ പ്രാർത്ഥനയെ കുറഞ്ഞപക്ഷം ധൂപം കാണിക്കുന്നതുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ കുറഞ്ഞത് 2 വട്ടം, രാവിലും പിന്നെ വൈകിട്ടും. ഇനി അത് എങ്ങനെയായിരിക്കണം? ഒരു പുരോഹിതൻ ഈ സുഗന്ധവർക്ക കൂട്ടൊന്നും ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചില്ല. അത് ഉണ്ടാക്കുന്ന രീതി, അത് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുക, അതിൻ്റെ സുഗന്ധം, അതൊക്കെ വളരെ ശ്രേഷ്ഠമാണ്. അങ്ങനെ പുക ഇടുന്ന ആ പുക പൊങ്ങുന്നത് പോലെ ഞാൻ
പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും സ്തോത്രത്തോടും കൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ ഇരുന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഈ പുക പൊങ്ങുന്നത് പോലെ എൻ്റെ ഉള്ളത്തിൽ നിന്നും വരുന്ന വാക്കുകൾ ദൈവസന്നിധിയിൽ അങ്ങ് എത്തുന്നു, മുകളിലേക്ക് പോവുക. ആ പോകുന്നത് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് അവിടെ ദൈവസന്നിധിയിൽ കേൾപ്പിക്കുവാൻ നമുക്കവിടെ ഒരാളുണ്ട്. ഇവിടെ കലശം പിടിച്ച് നിൽക്കുന്നത് പോലെ ആരാന്നറിയാമോ? മഹാപുരോഹിതനായ ക്രിസ്തു നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നമ്മൾ പ്രതികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ, ഈ വിശുദ്ധന്മാർ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ എന്താണെന്നൊക്കെ അറിയാം. ഞാനിപ്പോൾ ഇതിനിടയിൽ ആ വിഷയത്തെ അങ്ങനെ അങ്ങ് വിശദീകരിക്കാനും വരുന്നില്ല, ഒരു ചിന്ത ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വരാം അതിൻ്റെ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിലേക്ക്, അതിൻ്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗത്ത് പറയുന്ന ആ ഭാഗത്തേക്ക് വീണ്ടും വരാം. ധൂപവർഗത്തിൻ്റെ 4-ാം വാക്യം, ധൂപവർഗത്തിൻ്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എന്ത് ചെയ്തു? കയറി. സ്തോത്രം! എത്ര നല്ലൊരു വാക്യമായി, എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രാർത്ഥനയോടുകൂടെ ദൂതൻ്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തി. അതല്ലേ കയറി എന്ന് പറയുന്നത്. എങ്ങെത്തി? നമ്മൾ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനകളും അവിടെ എത്താറില്ല. ഞാനത് അധികം വിശദീകരിക്കാൻ വരുന്നില്ല. എത്തണം. പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഒരു പുക മുകളിലേക്ക് പൊങ്ങി അവിടെ എത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അവിടെ എത്തട്ടെ, എത്തുന്നതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. അതിനെന്താണെന്ന് ഉപാധി എന്നൊക്കെ നമുക്കറിയാം. പലതും അവിടെ എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഈ പ്രാർത്ഥനയ്ക്ക് എന്താ പറയുക, ചൂടപ്പം പോലെ അപ്പോൾ തന്നെ മറുപടി കിട്ടുന്നു. ഈ പുക അവിടെ കയറി, അവിടെ സന്നിധിയിലേക്ക് കയറി. ഉടനെ 5-ാം വാക്യത്തിൽ എന്ത് വായിക്കുന്നു? ദൂതൻ ധൂപകലശം എടുത്ത് യാഗപീഠത്തിലെ കനൽ നിറച്ച് എങ്ങോട്ടെറിഞ്ഞു? ഇതവിടെ എത്തിയ ഉടനെ തന്നെ ആ ധൂപകലശത്തോടുകൂടെ താഴേക്ക് എറിഞ്ഞു. സമം ഇതവിടെ എത്തി. ഒപ്പം തന്നെ ഉടൻ തന്നെ എന്തുണ്ടായി? മറുപടി ഉണ്ടായെന്ന്. ഉടൻ തന്നെ പ്രാർത്ഥന അവിടെ എത്തി, ഫലിച്ചു. അതിൻ്റെ പ്രതിഫലമായിട്ടാണ് അത് താഴേക്ക് വീഴുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു നോക്കിയോ? ഉടനെ, അടുത്ത വാക്ക്, ഉടനെ ഈ പ്രാർത്ഥന അവിടെ എത്തി. അപ്പോൾ തന്നെ ഇടിമുഴക്കവും നാദവും മിന്നലും ഭൂകമ്പവും. ഇതിനാണ് അവർ പ്രാർത്ഥിച്ചത്. ഇതിനാണ് വിശുദ്ധന്മാരുടെ നിലവിളി എന്ന് പറഞ്ഞാൽ, കർത്താവേ, ഞങ്ങളെ വേദനിപ്പിച്ചവരോടും ഉപദ്രവിച്ചവരോടും നീ പ്രതികാരം ചെയ്യണമേ എന്നുള്ള ന്യായവിധിക്കായി വേണ്ടിയിട്ടുള്ള അവരുടെ അപേക്ഷ അവിടെ എത്തിയ ഉടനെ തന്നെ തിരിച്ച് മറുപടി വന്നു. ഭൂകമ്പവും മിന്നലും ഇടിനാദവും ഒക്കെ ഉണ്ടായി. അത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് കാഹളങ്ങൾ ഊതുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യാൻ പോവുക? സംഭവിക്കാൻ പോവുക. അത് നമ്മൾ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഏതാണ്ട് ഒരു ഇതുണ്ടോ? മനസ്സിലുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഉണ്ടെന്നാണ് തോന്നുന്നത്. നിങ്ങളുടെ മുഖഭാവം കണ്ടപ്പോൾ സന്തോഷം. 8-ാം അധ്യായം കാഹളങ്ങൾ ഊതാൻ പോകുന്നു. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നടന്ന സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് കാഹളത്തിലേക്ക് വരാം. കാഹളം, 7 കാഹളമുള്ള ദൂതന്മാർ 7 പേരും കാഹളം ഊതുവാൻ എന്ത് ചെയ്തു? അതിലും ഒരു പ്രായോഗിക നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ കഴിയുന്നിടത്തോളം അതിൻ്റെ ധ്യാനപരമായ ഒരു പഠനം കൂടിയൊന്നും കൂടി ഓർത്തു. അതിനകത്തുള്ള സംഭവങ്ങൾ, അക്ഷരാർത്ഥത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ കിടക്കുന്ന പ്രായോഗിക പാഠം കൂടെ നമ്മൾ കേൾക്കണം. ഈ ദൂതന്മാർ ഇങ്ങനെ നിരന്ന് അവരുടെ പ്രവൃത്തി ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നത് പോലെ നമ്മളും നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായി എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കും. ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക. പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങിയിരിക്കുക. ഒരു പാട്ട് പാടുന്നതിന് ഒരുങ്ങിയിരിക്കുക. ഒരാളിനെ കണ്ട് സുവിശേഷം പറയേണ്ടി വന്നാൽ ഒരുങ്ങിയിരിക്കുക. അതുപോലെ ഒരു പ്രബോധനം ഒരാളിനോട് പറയേണ്ടി വന്നാൽ, ഒരാളിനെ വചനത്തിൽ ബലപ്പെടുത്തേണ്ട ഒരാവശ്യം വന്നാൽ ഒരുങ്ങിയിരിക്കുക. ഏത് കാര്യങ്ങൾക്കായിട്ടും നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് സൗമ്യതയോടും ഭയഭക്തിയോടും കൂടെ പ്രതിവാദം പറയേണ്ടതിന് എങ്ങനെ ഇരിക്കണം? ഒരുങ്ങിയിരിക്കണം. അപ്പോൾ ഒരുക്കത്തിൻ്റെ ഒരു നമ്മളെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാനിടയാകട്ടെ. ഇവർ കാഹളം ഊതാനായിട്ട് തുടങ്ങുകയാണ്. അതിന് മുമ്പായിട്ട് വേദപുസ്തകത്തിൽ കാഹളങ്ങൾ എന്തിനാണ്
എന്തിനൊക്കെ ഉപയോഗിച്ചിരുന്നു, എന്തൊക്കെ കാഹളങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലെ ഇനിയുള്ള സമയം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇവിടെ പറയുന്ന കാഹളങ്ങൾ ഊതുന്നതിനെയാണ് നമ്മൾ കേൾക്കുന്നത്. പറഞ്ഞത് മനസ്സിലായോ? ഇനി ഈ ഭാഗത്ത് ഒന്നാം കാഹളം ഊതുന്നു, രണ്ടാം കാഹളം ഊതുന്നു എന്നുള്ളത് കർത്താവ് അനുവദിച്ചാൽ പിന്നീടത്തെ ക്ലാസ്സിൽ നമ്മൾ തുടരും. അതിനു മുമ്പ് കാഹളത്തെക്കുറിച്ച് അത്യാവശ്യം നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായ ഉപയോഗത്തിനായി കാഹളങ്ങൾ ഊതിയിരുന്നു. കാഹളത്തെക്കുറിച്ചൊരു ധാരണ മനസ്സിലുണ്ടോ? നമുക്കറിയാം, നമ്മൾ ഈ ലൗഡ് സ്പീക്കറിന് പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്തുവാ? കോളാമ്പി. ഈ പണ്ട് കാലത്തെ കോളാമ്പിയൊക്കെ കണ്ടിട്ടുണ്ടോ? ഈ മുൻഭാഗത്ത് വിസ്തീർണമായിട്ടും എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം, അതിൻ്റെ ആ ചോട് ഭാഗം അല്പം കൂടെ കൂർപ്പിച്ച് വന്ന് ഒരു നീളത്തിലൊരു സംഭവമുണ്ട്. അതിനെ എക്കാളമെന്ന് പറയും, കാഹളമെന്ന് പറയും. അന്ന് ഈ വൈദ്യുതി ഒന്നും കണ്ടുപിടിക്കാത്ത, അല്ലെങ്കിൽ ഇതുപോലുള്ള ഉച്ചഭാഷിണി ഇലക്ട്രോണിക് ഉപകരണങ്ങളൊന്നും ഇല്ലാത്ത കാലത്തും പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, പരസ്യത്തിനൊക്കെ പോകുമ്പോൾ ഈ പറയുന്നത് പോലുള്ള സാധനങ്ങൾ വെച്ച് ഇതിലൂടെ വാക്യങ്ങൾ വിളിച്ച് പറയും. വലിയ ശബ്ദമൊന്നും കേൾക്കത്തില്ല, എങ്കിലും കുറച്ചെങ്കിലും ഒരു ചെറിയ കവലയിൽ വലിയ ബഹളമില്ലാത്ത ആൾക്കൂട്ടത്തിനിടയിൽ അത്യാവശ്യം കുറച്ച് പേരെ കേൾപ്പിക്കാൻ ഈ ശബ്ദം മതിയായിരുന്നു, കാഹളം. അതുപോലെ ഇസ്രായേലിയരുടെ ഇടയിൽ ഈ പറഞ്ഞ ഏതാണ്ട് രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട വെള്ളി കൊണ്ടുള്ള കാഹളങ്ങൾ ഉണ്ടായിരുന്നു. അത് പല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാഹളങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന്, സംഖ്യാപുസ്തകം 10:2 വായിച്ച്. സംഖ്യാപുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 10:2 വായിച്ച് കേട്ടോണേ. വെള്ളി കൊണ്ട് 2 കാഹളങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് ഒന്ന്, അത് നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാൻ. അപ്പോൾ കാഹളങ്ങൾ കൊണ്ടുള്ള ഒരു ഉപയോഗം എന്നതാ? സഭയെ വിളിച്ചു. ഏത് സഭയാ ഇത്? ഏത് സഭയുടെ കാര്യമാണ്? ബ്രദറൻ സഭയുടെ കാര്യമാണോ? ഇസ്രായേൽ സഭ. അവരെ എന്തിനു വിളിച്ചു കൂട്ടണം? അവരിങ്ങനെ പാളയത്തിൽ പരന്ന് നിരന്ന് വിശാലമായി കിടക്കുക, ടെൻ്റടിച്ചിങ്ങനെ കിടക്കുക, ലക്ഷക്കണക്കിന് ആളുകൾ. അപ്പോൾ ഇവരെ ഈ കാഹളം ഒരു ശബ്ദം ഊതുമ്പോൾ അതിനൊരു മെസ്സേജാണ്, അതിനൊരു സന്ദേശമുണ്ട്, അവർക്കറിയാം. ശബ്ദം 2 ആകുമ്പോൾ അതിനുള്ള ഒരു മെസ്സേജുണ്ട്, അതവർക്കറിയാം. അപ്പോൾ ഈ കാഹളം ഊതി സഭയെ നിരന്ന് വിശാലമായി ഇങ്ങനെ കിടക്കുന്നവരെ ഒരു സ്ഥലത്ത് കൂട്ടി വരുത്തുന്നതിന് വേണ്ടി അതിനെ ഉപയോഗിക്കാം. കാഹളം ഊതി സഭയെ കൂട്ടുന്നതിന്. ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ പ്രത്യേകം ഓർത്ത്, സഭയെ കൂട്ടുന്നതിന്. വിശാലമായ മരുഭൂമിയിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്ന, പരദേശികളായി കിടക്കുന്ന, അലഞ്ഞു കിടക്കുന്ന, കൂട്ടം വിട്ട് കിടക്കുന്ന എന്നൊക്കെ പറയാം. ലക്ഷം ആളുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ അവരെ വിളിച്ചു കൂട്ടണ്ടേ? ആ കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അടുത്ത അതേ വാക്യം തന്നെ വായിച്ചോ സൂരി. കൂട്ടുന്നതിനും കാഹളം ഊതണം. കൂട്ടിയ ശേഷം അവരോട് അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുക എന്നുള്ള സിഗ്നലും ഈ കാഹളം ഊതിയാണ് എന്ത് ചെയ്യുന്നത്? കേൾപ്പിക്കുന്നത്. സഭയെ കൂട്ടുന്നതിന് കാഹളം, കൂട്ടിയ സഭയെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് പറയാനും അതിൻ്റെ സന്ദേശമായിട്ടും കാഹളം ഊതിയിരുന്നു. ആട്ടെ, അടുത്ത് 2, 3. 1 ശമൂവേൽ 13:3 വായിച്ച്. 1 ശമൂവേൽ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം, 13-ാം അധ്യായം 3-ാം വാക്യം, ക്ഷമിക്കണം, 13:3. 1 ശമൂവേൽ 13:3. എന്തുകൂതി? ഈ ഒരു വിശേഷപ്പെട്ട വാർത്ത ദേശത്തിലെ ആളുകളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കാഹളം ഊതി. ആട്ടെ, ഇനി 4. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 34-ാം വാക്യം നോക്ക്. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 34-ാമത്തെ വാക്യം. 1 രാജാക്കന്മാർ 1-ാം അധ്യായം 34-ാമത്തെ വാക്യം. രാജാവായിട്ട് അഭിഷേകം ചെയ്യണം, പിന്നെ
കാഹളം ഊതണം. അപ്പോൾ രാജാവായിട്ട് ഒരാളിനെ അവരോധിക്കുമ്പോൾ അത് നാടിനെ വിളിച്ചറിയിക്കുക, അതിൻ്റെ സിമ്പലായി, അതിൻ്റെ സിഗ്നലായിട്ട് കാഹളം ഊതുക. അങ്ങനെ കാഹളം ഊതിയിരുന്നു പഴയ നിയമത്തിൽ. ഒരെണ്ണം കൂടെ കേൾക്കാം നമുക്ക്. ദിനവൃത്താന്തങ്ങൾ 1-ാം പുസ്തകം 16-ാം അധ്യായം. 1 ദിനവൃത്താന്തങ്ങൾ 16-6 വായിച്ച്. 1 ദിനവൃത്താന്തം 16-6. നിരന്തരം. അതിൻ്റെ 42 കൂടെ വായിക്കാമോ? 42 കൂടെ. ഇത് ആരാധനയാണ് കേട്ടോ. അവിടെ സഭ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തോത്രസ്തുതികൾ അർപ്പിച്ച് ആരാധിക്കുകയും ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ട് അതിനിടയിൽ കാഹളം ഊതുക. ഞാൻ ഇതിനി തുടരുന്നില്ല. 5 കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. സഭയെ കൂട്ടുന്നതിന് കാഹളം ഊതിയിരുന്നു, സഭയെ പുറപ്പെടുവിക്കുന്നതിന് കാഹളം ഊതിയിരുന്നു, വിശേഷപ്പെട്ട വാർത്തകൾ അറിയിക്കാൻ കാഹളം ഊതിയിരുന്നു, രാജാക്കന്മാരായി അവരോധിക്കപ്പെടുമ്പോൾ കാഹളം ഊതിയിരുന്നു, ആരാധനവേളകളിൽ കാഹളം ഊതിയിരുന്നു. ഇങ്ങനെ അനവധി കാര്യങ്ങൾക്ക് വേണ്ടി പഴയ നിയമകാലത്ത് കാഹളം ഊതുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. ഇത് റോമൻ സൈന്യത്തെ കൂട്ടാനും അവരോട് മെസ്സേജുകൾ കൈമാറുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. അപ്പോൾ കാഹളം എന്ന് പറയുന്നത് ഒരു സന്ദേശമാണ്. ഇതുപോലെ ഒരു വിശ്വാസിക്കും ഇതുപോലെ ദൈവം കയ്യിൽ ഒരു കാഹളം തന്നിട്ടുണ്ട്. എന്നതാണെന്നറിയാമോ? നമുക്ക് ദേശത്തോട് ഇതുപോലെ വിളിച്ചു പറയാനായിട്ട്, സുവിശേഷം അറിയിക്കാനായി. അതിനെങ്ങനെ പറയാം? സുവിശേഷ കാഹളം. അതിനൊരു വാക്യം നമുക്ക് വായിച്ചു നോക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നോക്ക്. യെശയ്യാവ് 58:1. വളരെ മനോഹരമായ ഒരു വാക്യമാണ്. ഉറക്കെ വിളിക്കുക. ഉറക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ശബ്ദം ഉയർത്തി വിളിക്കുക. എന്നിട്ട് അതെന്താണെന്ന് അടുത്ത് പറയുന്നു. അടങ്ങിയിരിക്കരുത്. കാഹളം പോലെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെതുക്കെ വിളിക്കുന്ന കാര്യമല്ല. അത്യുച്ചത്തിൽ കാഹളം പോലെ നീ വിളിച്ച് എന്ത് പറയണം? ശബ്ദം ഉയർത്തി അവരുടെ ലംഘനത്തെയും അറിയിക്കുക. അപ്പോൾ ഇസ്രായേലിനോട് അവരുടെ പാപങ്ങളെ അറിയിക്കുന്നതിന് കാഹളം ഉപയോഗിക്കുക. കാഹളം പോലെ ശബ്ദം ഉയർത്തി പറയുക. ദൈവമക്കളെ, ദേശത്തോട് നമുക്ക് സുവിശേഷം അറിയിക്കേണ്ടത് കാഹളം ഊതുന്നത് പോലെ ശബ്ദത്തിൽ ദേശത്തോട് അറിയിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട്. ഒരു പരിധിവരെ നമ്മളൊക്കെ അത് ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് പെരുകാവ് സഭയെ സംബന്ധിച്ചിടത്തോളം സുവിശേഷ കാഹളം ഊതുന്ന വിഷയത്തിൽ സഭയ്ക്ക് പൊതുവായ ഒരു ധാരണയുണ്ട്. അതോടൊപ്പം വ്യക്തികളായിട്ട് നിങ്ങളൊക്കെ ആ കാര്യത്തിൽ നിരതരാണ്, ഉത്സുകിതരാണ് എന്നുള്ളതിന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അത് പോരാ, അതിൽ അത്യധികം വർദ്ധിച്ചു വരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഇത്രയും കാര്യങ്ങൾ കാഹളം പഴയ നിയമത്തിൽ ഉപയോഗിക്കപ്പെടുന്നതോട് ബന്ധപ്പെട്ട് കേട്ടതാണ്. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോൾ 3 പ്രധാനപ്പെട്ട കാഹളങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എത്ര കാഹളങ്ങളാണ്? 3 കാഹളങ്ങൾ. ഏതൊക്കെയാണെന്ന് നോക്കാം. പെട്ടെന്ന് വായിച്ചാട്ടെ. 1 തെസ്സലോനിക്കർ 4:16. 1 തെസ്സലോനിക്കർ 4:16 അറിയാവുന്ന വാക്യമല്ലയോ? 1 തെസ്സലോനിക്കർ 4:16. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും അടുത്ത് പറയുന്നു. എന്തുവാ? ദൈവത്തിൻ്റെ കാഹളം. എന്നതാണ്? ദൈവത്തിന്. ഇതിന് ഒരു പേരും കൂടി ഉണ്ട്. ഈ കാഹളത്തെ മറ്റൊരു സ്ഥലത്ത് വേറൊരു വാക്കോടുകൂടെ ഉപയോഗിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. 1 കോരിന്ത്യർ 15:52. 1 കോരിന്ത്യർ 15:52. എന്തോന്ന് കാഹളം? അന്ത്യകാഹളം. അപ്പോൾ 1 കോരിന്തി 15 പറയുന്ന അന്ത്യകാഹളവും 1 തെസ്സലോനിക്കർ 4 പറയുന്ന എന്തോന്ന് കാഹളം? ദൈവത്തിൻ്റെ കാഹളം. ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ? ഒന്നാണെന്ന് പറയുന്നവർ എന്തുകൊണ്ട് ഒന്നാണെന്ന് പറയുമോ? എന്തുകൊണ്ടാണെന്ന് പറയാൻ കഴിഞ്ഞാൽ നല്ലതാണ്. രണ്ടും ഒന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുകയും പഠിക്കുകയും കാലങ്ങളായിട്ട്
അതിനെ നമ്പി പോരുകയും ചെയ്യുക. പക്ഷേ ചില ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത് രണ്ടും രണ്ടാണ് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അല്ല, ഒന്നാണെന്നുള്ളത് നമുക്ക് ഇന്ന് തന്നെ ചില ഭാഗങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും. ചുരുക്കി പറയാം. അപ്പോൾ ഞാൻ ഒന്ന് ധരിക്കാൻ വേണ്ടി പറയുക, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ കാഹളവും കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന അന്ത്യകാഹളവും ഒന്നാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ പറയുന്ന ഒരു കാഹളം ഇതാണ്. ഏത്? ദൈവത്തിൻ്റെ കാഹളമെന്നും അന്ത്യകാഹളമെന്ന് പറയുന്ന ഈ കാഹളം ഒന്ന്. ഇനി പുതിയ നിയമത്തിൽ പറയുന്ന കാഹളം ഏതാ? അതാണ് വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ തുടങ്ങിയ അധ്യായത്തിൽ പറയുന്ന എത്ര കാഹളങ്ങൾ? 7 കാഹളങ്ങൾ. അതാണ് പുതിയ നിയമത്തിൽ പറയുന്ന മറ്റൊരു ഐറ്റം കാഹളം. ഇതൊരു ഗ്രൂപ്പ് ആദ്യം കേട്ടത്. ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 കാഹളങ്ങൾ, അത് രണ്ടാമത്തെ ഐറ്റം. മൂന്നാമതൊരു കാഹളം കൂടി പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. മത്തായി 24:31 വാക്യം. മത്തായി 24:31 വാക്യം വായിച്ചേ. 31 വാക്യം. മഹാകാഹള ധ്വനി. അപ്പോൾ മനസ്സിലായോ? ദൈവത്തിൻ്റെ കാഹളം, പിന്നെയോ 7 കാഹളങ്ങൾ, പിന്നെ മഹാകാഹളം. ഇങ്ങനെ വേണം അതിനെ ഡിവൈഡ് ചെയ്ത് മനസ്സിൽ ഓർക്കാൻ. മനസ്സിൽ ഉണ്ടോ? ഇപ്പം മനസ്സിലുണ്ടോ? ഹോള് വിട്ട് പോകുന്നത് വരെയെങ്കിലും മനസ്സിലിരിക്കട്ടെ. എന്തൊക്കെയാണ്? ദൈവത്തിൻ്റെ കാഹളം, ബ്രാക്കറ്റിൽ ഓർത്തോണം. അത് തന്നെ അന്ത്യകാഹളം. 7 കാഹളങ്ങൾ, പിന്നെ മഹാകാഹളം. ഇനി നമ്മൾ ഈ അന്ത്യകാഹളവും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 കാഹളങ്ങളുണ്ടല്ലോ, ഇത് രണ്ടും ഒന്നാണെന്ന് ഒരു പ്രബലമായ പഠനമുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ ഇന്ന് കേട്ട തെസ്സലോനിക്ക ലേഖനത്തിലെ ദൈവത്തിൻ്റെ കാഹളവും കൊരിന്ത്യ ലേഖനത്തിലെ അന്ത്യകാഹളവും വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 കാഹളവും എല്ലാം ഒന്നാണ് എന്ന് പറയുന്നവർ, അങ്ങനെ പറയുന്നവരെ നമ്മളുടെ ഇടയിലൊരു പേര് പറയാറുണ്ട്. അവർ സഭ മഹാപീഡനത്തിലൂടെ പോകുന്നവർ എന്ന് പഠിപ്പിക്കുന്നവരാണ്. അവർക്ക് അങ്ങനെ പറയാനേ ഒക്കൂ. കാരണം ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 കാഹളങ്ങൾ ഏത് പീരീഡിലാണ് ഊതുന്നത്? പോയോ? മറന്നോ? ഏത് പീരീഡിലാണ്? മഹാപീഡനം എന്ന ആ സമയത്ത് ഊതുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഊതുന്നത്, അപ്പോൾ സഭ അവിടെ ഉണ്ടായിരിക്കണമെന്നാണല്ലോ അവരുടെ പഠിപ്പിക്കൽ. ആ സഭ ഉള്ളപ്പോഴാണ് അത് ഊതുന്നതെന്നാണല്ലോ. പക്ഷേ നമ്മൾ ഇന്ന് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 കാഹളങ്ങളും തെസ്സലോനിക്ക ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലും പറയുന്ന ആ 2 കാഹളങ്ങളും തമ്മിൽ രണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ 5 കാരണങ്ങൾ ഞാൻ പറയാം. ഇപ്പം പറഞ്ഞത് മനസ്സിലായോ? തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ കാഹളവും കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്ന അന്ത്യകാഹളവും രണ്ടും ഒന്നാണ്. ഇനി അതും വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാർ ഊതാൻ പോകുന്ന 7 കാഹളവും തമ്മിൽ ചേർക്കരുത്, ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയാനുള്ള 5 ന്യായങ്ങൾ. 1, തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാഹളം ആരുടെ കാഹളമാണ്? ദൈവത്തിൻ്റെ കാഹളം. ഇനി അതിനെ എന്തുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ അന്ത്യകാഹളം എന്ന് പറയുന്നു? അത് സഭായുഗത്തിൻ്റെ, കൃപായുഗത്തിൻ്റെ വരട്ടെ അവസാനം ഊതുന്നതായതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്? അന്ത്യകാഹളം ആട്ടെ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കാഹളം അല്ല ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാഹളം എന്ന് പറയാനുള്ള ഒരു ന്യായം, ഇത് ദൈവത്തിൻ്റെ കാഹളം ദൈവം തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ കാഹളം എന്ന് പറയും ദൈവം തന്നെയാണ് ഊതുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാഹളം ഊതുന്നത് ആരാ? ദൂതന്മാർ. നല്ല ബലമായ തെളിവാണ്. ഇത് ഒരു തെളിവ് തന്നെ, ഒരു ന്യായം തന്നെ മതി രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ. അത് ദൈവം മാത്രം, ഇത് 7 ദൂതന്മാർ നിരന്ന് നിന്ന് ഊതുന്ന. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാർ ഊതുന്നു, ലേഖനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവം ഊതുന്നതായിട്ട് പറയുക. അപ്പോൾ ഒരു ന്യായം. എന്തോന്നിന് ഒരു ന്യായം? ഇത് രണ്ടും ഒന്നാണെന്നുള്ളതിനാണോ? 2. ഓക്കെ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കുന്നു, നല്ല കാര്യം. 2, ഈ 1 കൊരിന്ത്യർ 15:52 വീണ്ടും വായിച്ചേ. 1 കൊരിന്ത്യർ 15:52 ആ കാഹളം ഊതുന്ന സ്വഭാവം നോക്കിക്കേ.
ആ ആ ആ മതി 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 പേടിച്ചു പോയോ? പെട്ടെന്ന്. അപ്പോൾ അവിടെ കാഹളം ഊതുന്നത് എപ്പോഴാണ്? അതങ്ങ് ഓർക്കാം. പെട്ടെന്ന്, നമുക്കതിന് സമയമില്ല, സെക്കൻഡ്, പെട്ടെന്നാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിലെ കാഹളം ഊതുന്നത് എങ്ങനെയാണ്? അങ്ങനെ പെട്ടെന്നല്ല, അത് കുറേ ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കുക. ഒരു കാഹളം ഊതുന്നു, അതിൻ്റെ ബാക്കിയായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നു, അടുത്ത രണ്ടാമത്തവൻ ഊതുന്നു, അതിൻ്റെ ബാക്കി പിന്നെ നടക്കുന്നു, പിന്നെ മൂന്നാമത്തവൻ പിടികിട്ടുന്നുണ്ടോ? ഇങ്ങനെ കുറേ സമയം നീണ്ടു നിൽക്കുന്നു. ഈ രണ്ട് ബലമായ കാരണങ്ങൾ കൊണ്ട് വെളിപ്പാട് പുസ്തകത്തിലെ കാഹളവും ലേഖനത്തിൽ പറയുന്ന കാഹളവും രണ്ടാണ്, ഒന്നല്ല എന്ന് നമ്മൾ പറയുന്നു. ഇനി മൂന്നാമത്തെ ന്യായം, ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാഹളം ഊതുമ്പോൾ ഫലം എന്തുവാ? അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ കാഹളവും കർത്താവ് താൻ ഗംഭീരനാദവും പ്രധാന ദൂതൻ്റെ ശബ്ദവും ദൈവത്തിൻ്റെ കാഹളവുമായി ഇറങ്ങി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തുവിൽ മരിച്ചവർ, ഇതാണ് പ്രധാനം. അപ്പോൾ ദൈവത്തിൻ്റെ കാഹളം ഊതുമ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമാണ് നടക്കുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാർ കാഹളം ഊതുമ്പോൾ മരിച്ചവർ ഉയർക്കുകയല്ല, പിന്നെ എന്താ സംഭവിക്കുന്നത്? അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മേൽ ദൈവത്തിൻ്റെ കോപം ചൊരിയപ്പെടുന്നു, ദൈവത്തിൻ്റെ ന്യായവിധി ചൊരിയപ്പെടുന്നു. ഇത് ഭയങ്കര വ്യത്യാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്നാമത്തെ ന്യായത്താൽ നമ്മൾ അടിവരയിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ കാഹളവും വെളിപ്പാട് പുസ്തകത്തിലെ കാഹളവും തമ്മിൽ ഒന്നല്ല, പിന്നെ രണ്ടാണ്. മനസ്സിലായല്ലോ? ഇനി നാലാമത്തെ ന്യായം തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന ആ കാഹളം എപ്പോഴാണ് സംഭവിക്കുന്നത്? അതിന് സമയം പറയാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. അതിനിങ്ങനെ പറയാം, കർത്താവ് എപ്പോഴാണ് വരുന്നത്? അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ വരാം, നാളെ വരാം, വെളിപ്പാട് പുസ്തകത്തിൻ്റെ അടുത്ത ക്ലാസ് നടക്കും മുമ്പേ വരാം. നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും വേണമെങ്കിലും വരാം, ഏത് സമയത്തും നടക്കാം. പക്ഷേ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ദൂതന്മാർ ഊതുന്ന കാഹളം എപ്പോഴാണ് ഊതുന്നത്? അതിന് കൃത്യസമയമുണ്ട്. എന്തുവാ? മഹാപീഡനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകണം. ആ മഹാപീഡന കാലഘട്ടത്തിൻ്റെ മധ്യഭാഗമായി വരുമ്പോഴാണ് എന്ത് നടക്കുന്നത്? അപ്പോൾ അതിനൊരു സമയ ക്ലിപ്തതയുണ്ട്. ഇത് രണ്ടും ബലമായ ന്യായങ്ങളല്ലേ? ഈ ന്യായങ്ങളാൽ ഈ രണ്ട് കാഹളങ്ങളും ഒന്നല്ല, രണ്ട്. ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും ന്യായമെന്ന് പറയുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്ന കാഹളമെന്ന് പറയുന്നത് സഭായുഗത്തിൻ്റെ ഒടുവിൽ നടക്കുന്നതാണ്. ഏത് കാഹളം? ദൈവത്തിൻ്റെ കാഹളം ഊതുന്നത് സഭായുഗത്തിൻ്റെ അല്ലെങ്കിൽ കൃപായുഗത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് അതിനെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് അന്ത്യകാഹളം, അവസാനം നടക്കുന്ന കാഹളം. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് എന്തുവാ? മഹാപീഡനത്തിൻ്റെ മധ്യകാലത്ത് നടക്കുന്നത്. ഇങ്ങനെ 5 ദൃഢവും ബലവുമായ, ആർക്കും തള്ളിക്കളയാനാവാത്ത ഈ ന്യായങ്ങളാൽ ഈ കാഹളങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അതിൽ നമ്മുടെ പഠന വിഷയം വെളിപ്പാട് പുസ്തകത്തിൽ പറയപ്പെടുന്ന ഇനി ഊതാൻ പോകുന്ന കാഹളങ്ങളാണ്. അത് കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ കാഹളങ്ങൾ ഊതുന്നതും കാഹളങ്ങൾ ഊതുമ്പോൾ സംഭവിക്കുന്ന അതിൻ്റെ പ്രത്യാഘാതങ്ങളും എന്താണെന്ന് നമ്മൾ കേൾക്കും. ഈ പഠനം നന്നായി മുമ്പോട്ട് പോകട്ടെ. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ട്, സന്തോഷത്തോടെ വന്ന് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിലും അത് തുടരുവാൻ ഇതുവരെയും ദൈവം നമ്മെ അനുവദിച്ചു എന്നുള്ളതും നമ്മോടുള്ള ദൈവകൃപയാണ്. അത് ഓർത്ത് സന്തോഷിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയ ഈ ആലോചനകൾക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ കടികാരത്തിൽ, ടൈം ടേബിളിൽ എന്തൊക്കെ കുറിച്ചു വച്ചിട്ടുണ്ടോ അതെല്ലാം അപ്പോൾ തന്നെ ആ സമയത്ത് സമയബന്ധിതമായി നടപ്പാക്കപ്പെടും. നടത്തുന്ന ദൈവത്തിനായി നന്ദി പറയാം. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.